ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. അതിന് വിദഗ്ധ പരിശീലനം ലഭിച്ച ഗ്രൂപ്പുകൾ ആവശ്യമാണ്. ഇത്തരത്തിൽ ജില്ലയിൽ മാത്രം 3 ഗ്രൂപ്പുകളാണ് ട്രോമ കെയർ സജ്ജമാക്കിയിരിക്കുന്നത്. ജൂൺ 26 നടക്കുന്ന ലോക ലഹരി വിരുദ്ധ ട്രാഫിക് ദിനത്തിൽ ഇവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. റിപ്പോർട്ട് കാണാം. പ്രധാന വാർത്തകൾക്ക് ശേഷം. കോഴിക്കോടിന്റെ തീരദേശ മേഖല തീക്കാറ്റിന്റെ ഭീതിയിൽ. ചെടികളുടെ ഇലകൾ വാടുന്നു. ഇലകളുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നിലയ്ക്കുന്നതാണ് കരിയുന്നതിന് കാരണമെന്ന് ഡോക്ടർ എ അച്യുതൻ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വകതിരിവാണെന്ന് സാഹിത്യകാരൻ PR നാഥൻ. മാതൃബന്ധു സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിക്ക് തുടക്കമായി. പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ABVP സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രകടനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. മണൽവാരൽ നിരോധനം പിൻവലിക്കുന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS മണൽത്തൊഴിലാളി സംഘത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. BMS ജില്ലാ സെക്രട്ടറി OK ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. BMSന്റെ ആഭിമുഖ്യത്തിൽ മണൽത്തൊഴിലാളി സംഘമാണ് കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മണൽവാരൽ നിരോധനം പിൻവലിക്കുക, സ്വകാര്യ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ തള്ളിക്കളയുക, സർക്കാർ പുതിയ ഏജൻസിയെ നിയമിക്കുക, തൊഴിൽ നഷ്ടപ്പെട്ട മണൽ തൊഴിലാളികൾക്ക് അടിയന്തര ധനസഹായം നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ. ഒട്ടനും തൊടുന്നതിനൊക്കെ നിയമസഭക്കകത്ത് നിയമസഭ സ്തംഭിപ്പിക്കുന്ന ആളുകൾ, നിയമസഭയിൽ കോപ്രായങ്ങൾ കാണിക്കുന്ന ആളുകൾ, നിയമസഭയിൽ വൃത്തികെട്ട് ഇടപാടുകൾ നടത്തുന്ന ഭരണകക്ഷികളും പ്രതിപക്ഷങ്ങളും ഉള്ളപ്പോൾ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ വയറ്റത്തടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്യുന്നില്ല. BMS ജില്ലാ സെക്രട്ടറി OK ധർമ്മരാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് K ഹരിദാസൻ, മോഹൻദാസ് കോടമ്പുഴ, രാജൻ അരീക്കോത്ത്, നാരങ്ങയിൽ ശശി, ശിവജി കൊളത്തറ, N ബാലകൃഷ്ണൻ, P സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് സമൂഹത്തിൽ ഒരു വിലയുമില്ലെന്നും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വകതിരിവാണെന്നും സാഹിത്യകാരൻ PR നാഥൻ. മാതൃബന്ധു വിദ്യാശാല AVP സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂൺ 19 മുതൽ 25 വരെ നടക്കുന്ന വായനാ വാരാചരണത്തിന്റെ ഭാഗമായാണ് കക്കോടി മാതൃബന്ധു വിദ്യാശാല AVP സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂളിൽ പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനം സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ PR നാഥൻ നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വകതിരിവാണെന്നും പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് സമൂഹത്തിൽ വിലയില്ലെന്നും PR നാഥൻ പറഞ്ഞു. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരെയൊന്നുമല്ല, പണ്ഡിതന്മാരോട് വിരോധമില്ല, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും സ്നേഹമുള്ളവർ. നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏറ്റവും സ്നേഹമുള്ള വ്യക്തികൾ. ഏറ്റവും സ്നേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പ്രകടിപ്പിക്കുന്ന സ്നേഹം മാത്രമേ മറ്റുള്ളവർ അറിയൂ. പുറത്ത് പ്രകടിപ്പിക്കാത്ത സ്നേഹം ഒരാളും അറിയില്ല. ഏതൊരു സ്നേഹവും പ്രകടനത്തിലൂടെ വരും. ചടങ്ങിൽ സ്കൂൾ HM K അനിത അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി K പവിത്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. EM പ്രകാശൻ, ET വത്സല, PK ഷിബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ലോക ലഹരി വിരുദ്ധ ട്രാഫിക് ദിനമായ ജൂൺ 26 വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ട്രോമ കെയർ ഭാരവാഹികൾ പറഞ്ഞു. ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാൾ രാവിലെ മുതൽ നടക്കുന്ന ചർച്ച ജില്ലാ കളക്ടർ N പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും. ട്രാക്ക് ട്രോമ കെയർ കോഴിക്കോട് പൊതുജനങ്ങളുടെയും അധികാരികളുടെയും ശ്രദ്ധ ഒരു വലിയ സാമൂഹ്യ വിപത്തിലേക്ക് തിരിക്കാൻ ശ്രമിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് പിടിക്കപ്പെടാൻ വളരെ പ്രയാസകരമായതും എന്നാൽ വൻ വിപത്തിലേക്ക് നയിക്കുന്നതുമായ ഈ കാര്യം ഇതുവരെ ആരും ശ്രദ്ധ കൊടുക്കാത്ത മേഖലയാണ്. ഒട്ടുമിക്ക ചെറുപ്പക്കാരും ലിംഗഭേദമന്യേ ലഹരി ഉപയോഗിക്കുന്നതും അതിന് അടിമപ്പെടുന്നതുമായ കാഴ്ച സർവ്വസാധാരണമാണ്. ഇവരിൽ ഭൂരിഭാഗവും ഡ്രൈവ് ചെയ്യുന്നവരുമാണ്. ഇത് നിർത്തിയേ തീരൂ.
ഇതിനായി സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങണമെന്ന് ട്രാക്ക് സാരഥികൾ പറഞ്ഞു. ഈ ക്ലാസ്സുകളിൽ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത് ലീഡർഷിപ്പ്, അതുപോലെ റോഡ് സേഫ്റ്റി, പിന്നെ ആക്സിഡന്റ് വിക്ടിംസിന് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ഓൺ ദ റോഡ് ആൻഡ് ഹൗ ടു ക്യാരി ദം ടു ദ ഹോസ്പിറ്റൽ. ഇതാണ് പ്രധാനമായിട്ട് ക്ലാസ്സുകളിൽ ഞങ്ങൾ പഠിപ്പിച്ചു വരുന്നത്. ഇതിനു മുന്നോടിയായി ഒരു ചർച്ച അഖിലലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 ടൗൺ ഹാളിൽ ട്രാക്ക് ട്രോമ കെയർ കോഴിക്കോട് സംഘടിപ്പിക്കുമെന്നും സാരഥികൾ പറഞ്ഞു. പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ABVP സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. കോഴിക്കോട് പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോഴിക്കോടിന്റെ തീരദേശ മേഖല തീക്കാറ്റിന്റെ ഭീതിയിൽ. വടകര, കൊയിലാണ്ടി, ബേപ്പൂർ, കടലുണ്ടി മേഖലകളിലാണ് തീക്കാറ്റേറ്റ് ചെടികളുടെ ഇലകൾ വാടിയത്. ചിലയിടങ്ങളിൽ കടലോരങ്ങളിലെ പുല്ലുകൾ കത്തിയിട്ടുണ്ട്. തെങ്ങിൻ ഓലകളും വാടിയിട്ടുണ്ട്. അഴിയൂർ മുതൽ ചോറോട് വരെയുള്ള കടൽത്തീരങ്ങളിലാണ് ചൂടുകാറ്റടിച്ചതിനെ തുടർന്ന് മരങ്ങളുടെ ഇലകളും ചെടികളും കത്തിക്കരിഞ്ഞത്. കനത്ത മഴക്കിടയിൽ വീശുന്ന ചൂടുകാറ്റ് അപൂർവ പ്രതിഭാസമാണെന്ന് തീരദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് സന്ധ്യയ്ക്ക് ശേഷം ഈ കാറ്റടിക്കാൻ തുടങ്ങിയത്. ചിലയിടങ്ങളിൽ വലകൾ മൂടിക്കെട്ടിയ ഷീറ്റ് ഉരുകിയ നിലയിലാണുള്ളത്. ചെറിയ ചെടികളും പല വീടുകളിലെയും പച്ചക്കറി കൃഷികളും കരിഞ്ഞിരിക്കുകയാണ്. മടപ്പള്ളി, അറക്കൽ കടപ്പുറം, മാടാക്കര, ചോമ്പൽ കാപ്പുഴയ്ക്കൽ, ചോമ്പൽ ഹാർബർ പരിസരം, അഴിയൂർ ആസിയ റോഡ്, ചേറോഡ്, കുരിയാടി, മീത്തിലങ്ങാടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ചൂടുകാറ്റ് കൂടുതലായി അനുഭവപ്പെട്ടത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നുമില്ലാത്ത പ്രതിഭാസമാണിതെന്നും മഴ മാറി നിൽക്കുമ്പോൾ തന്നെ അസഹ്യമായ ചൂടാണ് കടലോരത്ത് അനുഭവപ്പെടുന്നതെന്നും കടലോര നിവാസികൾ പറയുന്നു. കാറ്റ് ഒരു ദിവസം ചൂടുകാറ്റ് വരുന്നത്, ചൂടുകാറ്റ് വന്നിട്ട് മരങ്ങളെല്ലാം നശിച്ചു പോവുകയാണ്. അത് എങ്ങനെ വരുന്നതിലേ വരുന്നുള്ള പെട്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കാലാവസ്ഥന്റെ മോശം കൊണ്ടാണ് പല സംഗതിയും വരുന്നത്. ഇപ്പം തന്നെ ഇന്നത്തെ ഇപ്പം പോയ കാറ്റും മഴ, ഇന്ന് രാത്രി പോയ കാറ്റും മഴക്കല്ലോ പല അബദ്ധങ്ങളും പല ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാക്കി. അത് തീ നഷ്ടങ്ങൾ നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിയാൽ കാണാം. ആ കരിഞ്ഞു കിടക്കുന്നുണ്ട് മരങ്ങള്, എല്ലാ തെങ്ങുകള്, മരങ്ങള്, ഇങ്ങനെ കണ്ട സാധനങ്ങളെല്ലാം നശിച്ചു പോവുക, കരിഞ്ഞു പോവുക. നമ്മൾ തീയിട്ടിട്ട് ചുടുന്ന മാതിരി കരിഞ്ഞു പോവുക. അതാ നിങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് നോക്കിയാൽ കാണാം. വാവല കണ്ടോ തെങ്ങിന് അങ്ങോട്ടൊക്കെ ആ പുളീനെ വരട്ട് നോക്കിയാൽ ശരിക്കും കാണാൻ കേൾക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം അടുത്ത ആഴ്ച ഈ മേഖലയിൽ സന്ദർശിച്ച് പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസം വൈകിട്ടും ജില്ലയുടെ തീരദേശ മേഖലകളിൽ തീക്കാറ്റ് വീശിയടിച്ചിരുന്നു. തിക്കോടി, കല്ലകത്ത് കടപ്പുറത്ത് ചൊവ്വാഴ്ച പുലർച്ചെ തീക്കാറ്റ് അനുഭവപ്പെട്ടു. ഈ മേഖലയിൽ വലിയ മരങ്ങൾ ഉൾപ്പെടെ കരിഞ്ഞ നിലയിലാണ്. വള്ളിപ്പടർപ്പുകൾ, ബദാമരം, പുളിമരം, തൈത്തെങ്ങുകൾ, പറങ്കിമാവ്, അടുക്കളത്തോട്ടങ്ങൾ, മറ്റ് കാട്ടുമരങ്ങൾ എന്നിവ ഉൾപ്പെടെ ചൂടുകാറ്റേറ്റ് കരിഞ്ഞിട്ടുണ്ട്. എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്ക് തീരദേശത്ത് എല്ലാവർക്കും ഒരു ഭീകരത തോന്നുന്നുണ്ട്. ഇത് കരിഞ്ഞത് എന്താണെന്നുള്ളതൊന്ന് ഇത്രയും പെട്ടെന്ന് അതിന്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു. ബേപ്പൂർ ബീച്ചിൽ തീക്കാറ്റേറ്റ് കണ്ടൽ ചെടികൾ വാടിക്കരിഞ്ഞു. ഗുജറാത്തി ഹാളിന് മുൻവശം ബീച്ച് റോഡിലെ ബദാമരങ്ങളും തീക്കാറ്റിൽ കരിഞ്ഞു. കോയവളപ്പ് കടലോരത്തെ പാലാട്ട് ബാലന്റെ പുരയിടത്തിലെ അതിരിൽ നട്ട ചെടികളും കടൽക്കാറ്റേറ്റ് ഉണങ്ങിയ നിലയിലാണ്. വീട്ടുവളപ്പിലെ തെങ്ങോലയും ഭാഗികമായി കരിഞ്ഞിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണം കാരണം കടലിൽ നിന്നുള്ള ഉപ്പിന്റെ അംശം വൻതോതിൽ അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് മൂലം ഇലകളുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നിലയ്ക്കുന്നതാണ് ഇലകൾ കരിയുന്നതിന് കാരണമെന്ന് അനുമാനിക്കുന്നതായി പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ എ അച്യുതൻ. തീരപ്രദേശങ്ങളിൽ 2 ദിവസമായി അനുഭവപ്പെടുന്ന തീക്കാറ്റ് പ്രതിഭാസത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഉപ്പ് കലർന്ന സലനിറ്റി കലർന്ന അറ്റ്മോസ്ഫിയറായി. സലനിറ്റി വന്നു കഴിഞ്ഞാൽ ഇലകൾ കരിയും. അത് ഇലയുടെ ശ്വസിക്കാനുള്ള കഴിവ്, സലനിറ്റി വന്നു കഴിഞ്ഞാൽ ശ്വസിക്കാനുള്ള കഴിവ് കുറയും. ശ്വസിക്കാനുള്ള കഴിവ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് വിൽറ്റ് ചെയ്യും, വാടുമ്പോൾ ചിലപ്പോൾ നിറം മാറും, കരിഞ്ഞ പോലെ താഴോട്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അത് ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. When the eyes are set on, don't settle for anything else.
she is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. സ്ത്രീ ശാക്തീകരണ രംഗങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുടുംബശ്രീ ജീവകാരുണ്യ സേവന മേഖലയിലേക്കും പ്രവേശിക്കുകയാണ്. രക്തദാനം ജീവദാനം എന്ന സന്ദേശവുമായി പ്രവർത്തിക്കുന്ന കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറവുമായി കൈകോർത്ത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ വേറിട്ട പാതകൾ സ്വീകരിച്ചു മുന്നേറുകയാണ് കുടുംബശ്രീ എന്ന വനിതാ കൂട്ടായ്മ. തങ്ങൾ കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം വിജയം സുനിശ്ചിതമാണെന്ന് പലതവണ തെളിയിച്ച ഈ വനിതാ കുടുംബ കൂട്ടായ്മ ജീവകാരുണ്യ സേവന മേഖലകളിലേക്കും പ്രവേശിക്കുകയാണ്. രക്തദാനം ജീവദാനം എന്ന സന്ദേശത്തിൽ പ്രവർത്തിക്കുന്ന കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറവുമായി സഹകരിച്ച് കുടുംബശ്രീ കൂട്ടായ്മ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ നേരിട്ട് കോട്ടപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലെത്തിയാണ് രക്തദാനം നിർവഹിച്ചത്. രക്തദാന ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ചടങ്ങിൽ ബ്ലഡ് ഡൊണേഴ്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് അശോകൻ ആലപ്പുറത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പൊതുവെ സ്ത്രീകൾ രക്തദാന രംഗത്തേക്ക് അല്പം പിറകിലായിട്ടാണ് എപ്പോഴും കണ്ടുവരാറുള്ളത്. അതിനൊരു മാറ്റം വരുത്താനാണ് വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, തൂക്കം 45 കിലോഗ്രാമിലുണ്ടെങ്കിൽ ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ്. മാത്രമല്ല, രക്തം ദാനം ചെയ്യുന്ന നമ്മുടെ ശരീരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. രക്തദാന സംബന്ധമായിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും പേടികളും ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായി പൊരുതാനും കൂടിയാണ് കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി പി മുഹമ്മദ് ബഷീർ, ഡോക്ടർ ലജിനി, എ കെ ഗണേഷ്, സിസ്റ്റർ ലിസി, രജിത കോമഞ്ചേരി, ഷാജഹാൻ നടുവട്ടം, ദിലീപ് ക്രിസ്, ബിന്ദു അശോക് എന്നിവരും സംബന്ധിച്ചു. കേരളത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തോട് കാണിക്കുന്ന താൽപര്യം പ്രശംസനീയമാണെന്ന് ടീച്ചേഴ്സ് ഫോർ ഗ്ലോബൽ ക്ലാസ് റൂം പ്രോഗ്രാമിന്റെ ഭാഗമായി മലപ്പുറം വണ്ടൂരിലെത്തിയ അമേരിക്കൻ അധ്യാപികമാർ 2 ആഴ്ചയോളമായി ഇവർ വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. 3 ആഴ്ചയാണ് സംഘം ഇന്റർനാഷണൽ റിസർച്ച് എക്സ്ചേഞ്ച് ബോർഡിന്റെ കീഴിൽ ഇന്ത്യയിൽ ചെലവഴിക്കുക. ബാംഗ്ലൂർ, കേരള, ഡൽഹി മുതലായ സ്ഥലങ്ങളിലെ വിദ്യാലയങ്ങളിലാണ് മൂവരും സന്ദർശിക്കുന്നത്. IREX പ്രോഗ്രാം അസോസിയേറ്റ് എമിലിയുടെ നേതൃത്വത്തിലാണ് അമേരിക്കൻ അധ്യാപികമാരായ സാൻഡ്ര ബ്രൌൺ, സാറ ഈറ്റൺ, ജെനിഫർ നെക്കോൾനി തുടങ്ങിയവർ വണ്ടൂർ ഗേൾസിലെത്തിയത്. വിദ്യാലയത്തിലെ അധ്യാപകനായ ടി പി റിയാസ് വിശിഷ്ടാംഗത്തോടെ അമേരിക്കയിലെ കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു. സമാന രീതിയിലാണ് മൂവരും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്ലാസുകളും കേരളത്തിലെ ക്ലാസുകളും താരതമ്യം ചെയ്ത് വിദ്യാഭ്യാസ നേട്ടം കൈവരിക്കാൻ ഇവിടേക്ക് എത്തിയത്. ഇതിൽ കേരളത്തിൽ വണ്ടൂരിൽ മാത്രമാണ് സംഘം ഒരാഴ്ച തങ്ങി 8, 9, 10 ക്ലാസുകളിൽ പഠിപ്പിച്ചത്. ഓരോ ക്ലാസുകാരും പ്രത്യേക ചുമതലയെടുത്താണ് ഇവരെ പരിപാലിച്ചത്. വണ്ടൂർ ഗേൾസിന് പുറമെ സംഘം സമീപത്തെ വിദ്യാലയങ്ങളിലും സന്ദർശനം നടത്തി. കേരളത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തോട് കാണിക്കുന്ന താൽപര്യം അപാരമാണെന്ന് സാൻഡ്ര ബ്രൌൺ പ്രതികരിച്ചു. Your children are wonderful. We are very impressed with their focus on their education. We are really very impressed with what your teachers are able to achieve despite. വണ്ടൂരിലെ പര്യടനത്തോടെ കേരള സന്ദർശനം പൂർത്തിയാക്കിയ സംഘം ഡൽഹിയിലേക്ക് തിരിച്ചു. പാവപ്പെട്ട സഹപാഠികൾക്ക് സൗജന്യമായി കുട നൽകുക എന്ന ലക്ഷ്യത്തോടെ ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടനിർമ്മാണ പരിശീലനം ആരംഭിച്ചു. അധ്യാപകരുടെ നേതൃത്വത്തിൽ PTA സഹകരണത്തോടെയാണ് പരിശീലനം സ്കൂളിൽ നടക്കുന്നത്. കുടനിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്ന കാര്യം PTA പരിഗണനയിലാണ്. കാലവർഷം കണ്ടറിഞ്ഞ് കുടനിർമ്മാണം പരിശീലിക്കുകയാണ് ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഒഴിവു സമയം വെറുതെ ഇരുന്ന് കളയാതെ സ്വന്തമായൊരു കൈത്തൊഴിൽ നൈപുണ്യം നേടുകയാണവർ. അധ്യാപകരുടെ നേതൃത്വത്തിലാണ് പഠനത്തോടൊപ്പം കുട്ടികളെ സ്വയം തൊഴിൽ പരിശീലിപ്പിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 25 വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ സൗജന്യ പരിശീലനം പൂർത്തിയാക്കുന്നവർ പിന്നീട് സഹപാഠികളെ പഠിപ്പിക്കും. സ്കൂൾ അധ്യാപകരായ P വിചിത്ര, C അവീന, P റഹിയാന എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. പഠനത്തോടൊപ്പം കുട്ടികൾക്ക് കൈത്തൊഴിലും പരിശീലിപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് പ്രധാന അധ്യാപിക V ജീജ പറഞ്ഞു. നല്ല രീതിയിൽ പരിശീലനം പൂർത്തിയാക്കുന്നവരെ ഉൾപ്പെടുത്തി സ്കൂളിൽ കുടനിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്ന കാര്യം PTA സജീവ പരിഗണനയിലാണെന്ന് PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ പറഞ്ഞു. കുട്ടികൾ നിർമ്മിക്കുന്ന കുടകൾ സ്കൂളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുകയാണ് ഉദ്ദേശം. ഇതിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ ഉദാരമനസ്കരെ തേടുകയാണ് PTA കമ്മിറ്റി. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ 2014 മീഡിയ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. ജൂലൈ അവസാന വാരത്തിൽ അവാർഡുകൾ സമ്മാനിക്കുമെന്ന് പ്രസ് ക്ലബ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു.
കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ 2014 മീഡിയ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ജനറൽ റിപ്പോർട്ടിംഗിനുള്ള KC മാധവക്കുറുപ്പ് അവാർഡ് മാതൃഭൂമി കണ്ണൂർ യൂണിറ്റിലെ സ്റ്റാഫ് റിപ്പോർട്ടർ ബിജു പരവത്തിന് ലഭിച്ചു. മികച്ച ടെലിവിഷൻ ന്യൂസ് സ്റ്റോറിക്കുള്ള P. ഉണ്ണികൃഷ്ണൻ അവാർഡ് മനോരമ ന്യൂസ് കോഴിക്കോട് റിപ്പോർട്ടർ നിഖിൽ ഡേവിസിനാണ്. തെരുവത്ത് രാമന്റെ പേരിലുള്ള മികച്ച 1-ാം പേജ് ലേഔട്ടിനുള്ള പുരസ്കാരം തേജസ് ദിനപത്രത്തിനാണ്. കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ നൽകുന്ന മുഷ്താഖ് സ്പോർട്സ് ജേർണലിസം അവാർഡിന് മലയാള മനോരമ മലപ്പുറം യൂണിറ്റിലെ റിപ്പോർട്ടർ ജോമിച്ചൻ ജോസും മികച്ച സ്പോർട്സ് വാർത്താ ചിത്രത്തിനുള്ള പുരസ്കാരം മാധ്യമം ഫോട്ടോഗ്രാഫർ പ്രകാശ് കരിമ്പയും അർഹനായി. ടെലിവിഷൻ ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരമാണ്. P. ഉണ്ണികൃഷ്ണന്റെ പേരിൽ നൽകുന്ന പുരസ്കാരത്തിന് ഇത്തവണ നമുക്ക് സന്തോഷിക്കാം. കോഴിക്കോടുള്ള റിപ്പോർട്ടർ മനോരമ ന്യൂസിന്റെ കോഴിക്കോട് റിപ്പോർട്ടർ നിഖിൽ ഡേവിസിനാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് എല്ലാ അവാർഡുകളും. അവാർഡുകൾ ജൂലൈ അവസാന വാരത്തിൽ സമ്മാനിക്കുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി TK ബാലനാരായണൻ, വൈസ് പ്രസിഡന്റ് MP രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10ാം ക്ലാസ്സിലെ മലയാള പാഠഭാഗങ്ങൾ ഇന്റർനെറ്റിലൂടെ കേട്ടുപഠിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് കോഴിക്കോട് മടപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഈ വിദ്യാലയത്തിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്തെ 4.25 ലക്ഷത്തോളം വരുന്ന SSLC വിദ്യാർത്ഥികൾക്ക് സൌകര്യപ്രദമായ രീതിയിൽ അവസരമൊരുക്കിയിരിക്കുന്നത്. സംസ്ഥാന സിലബസ് മലയാള പാഠപുസ്തകത്തിലെ കടലിന്റെ വക്കത്തൊരു വീട്, ഉതുപ്പാന്റെ കിണർ, ബ്രഹ്മാലയം തുറക്കപ്പെട്ടു, മുരിഞ്ഞിപ്പേരിയും ചോറും എന്നീ പാഠഭാഗങ്ങളാണ് ശബ്ദരൂപത്തിലാക്കിയിരിക്കുന്നത്. മറ്റ് പാഠഭാഗങ്ങളും തുടർന്ന് വൈഖരി എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തും. NSS vaigari.blogspot.in എന്ന വിലാസത്തിൽ ഓഡിയോ ബ്ലോഗായാണ് ഇത് ലഭ്യമാവുക. അന്ധവിദ്യാർത്ഥികൾക്കാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. ഇതേക്കുറിച്ച് ഫാത്തിമുത്തുൽ ഫർസാന: കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ആരംഭിക്കുന്നത്. അത് നമ്മൾ സ്കൂളിലും അതുപോലെ തന്നെ ഉദ്ഘാടനം ഞങ്ങളെ കൊണ്ടായതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. VHSC 2ാം വർഷ വിദ്യാർത്ഥികളായ അധീന, ഫാത്തിമുത്തുൽ അഫ്സാന, അക്ഷയ് R. കൃഷ്ണ, ഷിൽന എന്നിവരാണ് വൈഖരി തയ്യാറാക്കിയിരിക്കുന്നത്. സ്കൂൾ അധ്യാപകരുടെ അകമഴിഞ്ഞ പിന്തുണയും ഇവർക്കുണ്ട്. അപ്പോൾ ഇത് അവർക്കൊരു പുതിയൊരു പ്രചോദനം തന്നെയായിരിക്കും. അവരിഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ വായിക്കാതെ തന്നെ അവർ ആ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇത് കൂടെ കേൾക്കും. അതും പുതിയൊരു സംരംഭം കൂടെ ആയതുകൊണ്ട് തന്നെ അവർ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രശസ്തമായ മലയാള സാഹിത്യകൃതികൾ കൂടി ശബ്ദരൂപത്തിലാക്കാൻ ഇവർക്ക് പദ്ധതിയുണ്ട്. സാഹിത്യത്തിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാൻ പദ്ധതിക്ക് കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിരൂപകൻ KV സഞ്ജയ് ഓഡിയോ പ്രകാശന കർമ്മം നിർവഹിച്ചു. അനന്തതയിലേക്ക്, പാരവും കടന്ന് അപാരതയിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ഈ ശബ്ദപുസ്തകത്തിലും നിങ്ങളുടെ ബ്ലോഗിന്റെ ആവിഷ്കാരങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജില്ലാ വാർത്തയിൽ ഒരു ഇടവേള കൂടി. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ, 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001:2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ചുള്ളിക്കാട് ദുരിതം വിതച്ച ഉള്ളേരി ഭാഗങ്ങളിൽ സഹായങ്ങളുമായി സുമനസ്സുകൾ എത്തിത്തുടങ്ങി. മഹാത്മാ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ട്രസ്റ്റ് നേതൃത്വത്തിൽ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. തഹസീൽദാർ സജീവ് ദാമോദർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച ചുഴലിക്കാറ്റ് നാശം വിതച്ച ഉള്ളേരി വില്ലേജിലെ കൊയക്കാട് പ്രദേശത്താണ് മഹാത്മാ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ സഹായങ്ങൾ വിതരണം ചെയ്തത്. കൊയിലാണ്ടി തഹസിൽദാർ സജീവ് ദാമോദർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ KK സുരേഷ് അധ്യക്ഷം വഹിച്ചു. T ഗണേഷ് ബാബു, മോഹൻദാസ് പാലോറ, അജീഷ് ഉള്ളേരി എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് R മുഹമ്മദ്, KK രാജൻ നടുക്കണ്ടി, സുധീർ പാട്ടാങ്കോട്, ഗോവിന്ദൻ കിഴക്കയിൽ, അഷ്റഫ് TP, സുനിൽ NK, ബിനീഷ് കോയക്കാട്, ഹേമലത,
സലീം KK, ഗംഗാധരൻ കറുപ്പച്ചൻകണ്ടി എന്നിവർ നേതൃത്വം നൽകി. ദുരന്ത മേഖലകൾ സന്ദർശിച്ച് ഇരയായവർക്ക് കഴിയുന്ന ധനസഹായങ്ങൾ ചെയ്യുമെന്ന് തഹസിൽദാർ ഉറപ്പു നൽകി. വടകരയിൽ വീണ്ടും കുഴൽപ്പണവേട്ട. 4.25 ലക്ഷം രൂപയുമായി മലപ്പുറം സ്വദേശിയാണ് വടകര പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വടകരയിൽ 4.25 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി ഒരാൾ പിടിയിൽ. മലപ്പുറം കോഴിച്ചെണ്ണ ചെമ്പയിൽ അബ്ദുവാണ് വടകര പോലീസിന്റെ പിടിയിലായത്. പുതിയ ബസ് സ്റ്റാൻഡിൽ പണവുമായി നിൽക്കുമ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ പക്കൽ നിന്നും പണം കൈമാറേണ്ടവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെയുള്ള ലിസ്റ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. വടകര SIയുടെ നേതൃത്വത്തിൽ DYSPയുടെ ഷാഡോ പോലീസാണ് പ്രതിയെ പിടിച്ചത്. പ്രതിയെ വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കി. ഏകാധിപത്യ പ്രവണത ജനാധിപത്യത്തിന് കോട്ടമുണ്ടാക്കുമെന്ന് മഹാരാഷ്ട്ര മുൻ ഗവർണർ K. ശങ്കരനാരായണൻ. പുതിയറ SK സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച A. സുജനപാൽ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ മന്ത്രി A. സുജനപാൽ അനുസ്മരണ സമ്മേളനവും പുസ്തക പ്രകാശനവും കോഴിക്കോട് SK സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്നു. മുൻ ഗവർണർ K. ശങ്കരനാരായണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ പ്രവണത ജനാധിപത്യത്തിന് കോട്ടം തട്ടുന്ന സ്ഥിതിയുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യം ഫെഡറൽ സംവിധാനത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ ഫെഡറൽ സംവിധാനം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉയരുന്നത് നല്ലതിനല്ല. ഇക്കാര്യത്തിൽ കുറെ കൂടി ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും നരേന്ദ്രമോദി സർക്കാരിനെ പരാമർശിക്കാതെ K. ശങ്കരനാരായണൻ പറഞ്ഞു. A. സുജനപാൽ വ്യത്യസ്ത സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അധികാരത്തിനു വേണ്ടി ഒരു കാലത്തും സുജനപാൽ ആക്രാന്തം കാട്ടിയില്ല. മന്ത്രിയായപ്പോഴും MLA ക്വാർട്ടേഴ്സിൽ താമസിച്ച് ഭരണം നടത്തിയ വ്യക്തിയായിരുന്നു സുജനപാൽ. ഒരു ദിവസം മന്ത്രിയാകുമ്പോഴേക്കും മന്ത്രിമന്ദിരങ്ങൾക്ക് വേണ്ടി മുറവിള കൂട്ടുന്നവർക്കിടയിൽ സുജനപാലിന്റെ വ്യക്തിത്വം വേറിട്ട് തന്നെയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് യാതൊരു കൃഷിക്കും കൂടാതെ കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിൽ SK സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് TV രാമചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ഹരിതം ബുക്സ് പ്രസിദ്ധീകരിച്ച സുജനപാലിന്റെ യാത്രകൾ പുസ്തകങ്ങൾ K. ശങ്കരനാരായണൻ പ്രകാശനം ചെയ്തു. ജയശ്രീ സുജനപാൽ ഏറ്റുവാങ്ങി. ദേശാഭിമാനി വാരിക പത്രാധിപർ KP മോഹനൻ, UK കുമാരൻ, പ്രതാപൻ തായാട്ട്, കോർപ്പറേഷൻ കൌൺസിലർ K. ശ്രീകുമാർ, PMV പണിക്കർ, പൂനൂർ K. കരുണാകരൻ എന്നിവർ സംസാരിച്ചു. ഓട നിർമ്മിക്കാതെ കോൺക്രീറ്റ് ചെയ്തുയർത്തിയ നടുവട്ടം ഉറവ് തോണിച്ചേർ റോഡിലെ ഒഴിയാത്ത വെള്ളക്കെട്ട് ജനത്തിന്റെ യാത്ര മുടക്കുന്നു. അരീക്കര പറമ്പിനോട് ചേർന്ന് 50 മീറ്റർ ദൂരത്തിലാണ് മുട്ടറ്റം ഉയരത്തിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത്. കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത നില വന്നതോടെയാണ് ജനം പ്രതിഷേധിച്ചു തുടങ്ങിയത്. കോർപ്പറേഷൻ പദ്ധതിയിൽ ലക്ഷങ്ങൾ ചിലവിട്ട് 2 മാസം മുൻപ് റോഡ് കോൺക്രീറ്റ് ചെയ്തിരുന്നു. വെള്ളം ഒഴിഞ്ഞുപോകാൻ മാർഗമൊരുക്കാതെയായിരുന്നു കോൺക്രീറ്റിംഗ്. മഴ തുടങ്ങിയപ്പോൾ തന്നെ റോഡ് വെള്ളത്തിൽ മുങ്ങിയത് ജനരോഷത്തിന് കാരണമായി. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ നടന്നാണ് വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ സഞ്ചാരം. ഡ്രൈനേജ് പണിയാതെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയതിനാൽ വർഷകാലത്തെ താഴ്ന്നിടങ്ങളിൽ വെള്ളം പൊങ്ങുമെന്ന് നാട്ടുകാർ നിർമ്മാണ വേളയിൽ അധികൃതരെ അറിയിച്ചിരുന്നു. ജനാഭിപ്രായം പരിഗണിക്കാതെ അശാസ്ത്രീയമായി റോഡ് കോൺക്രീറ്റ് ചെയ്തതാണ് ഒഴിയാത്ത വെള്ളക്കെട്ടുണ്ടാക്കിയത്. മഴ ശക്തമായാൽ വെള്ളം തിങ്ങി സമീപ വീടുകളിലേക്ക് വ്യാപിക്കുന്ന നിലയിലാണിപ്പോൾ. ഉറവ് പരിസര ഭാഗങ്ങളിലുള്ളവർ കുണ്ടായത്തോട്, മോഡേൺ, പാറപ്പുറം, ചെറുവണ്ണൂർ, മധുരബസാർ, ചീർപ്പുപാലം ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. തൊട്ടടുത്ത വിദ്യാപീഠം അംഗനവാടിയിലെ കുരുന്നുകളുടെ സ്ഥിതി ദയനീയമാണ്. ചെളിവെള്ളം നീന്താതെ ഇവർക്ക് അംഗനവാടിയിൽ കയറാനൊക്കില്ല. വെള്ളം നിറഞ്ഞ റോഡിലൂടെ സ്കൂൾ വാഹനങ്ങൾ വരാൻ മടിക്കുന്നത് വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടുണ്ട്. പുകക്കുഴലിൽ വെള്ളം കയറി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങുന്നതിനാൽ ബൈക്ക് യാത്രയും സാധ്യമല്ലാതായി. റോഡരികിൽ താൽക്കാലികമായി ചാൽ നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് കടലാക്രമണം ശക്തം. മുകുതാർ, കോതി, കോന്നാട്, മാറാട്, കോയോളപ്പ്, കടലുണ്ടി എന്നിവിടങ്ങളിലാണ് കടലാക്രമണം ശക്തമായിരിക്കുന്നത്. കരിങ്കൽ ഭിത്തിയുടെ ഉയരക്കുറവ് കാരണം മാറാട്, കോയോളപ്പിൽ തിരകൾ ഉയർന്ന് വീടുകൾക്ക് മുകളിലെത്തി. കടലോര നിവാസികളെ ഭീതിയിലാഴ്ത്തി മാറാട് കോയവളപ്പ് തീരത്ത് രൂക്ഷമായ കടലാക്രമണം. അതിശക്തമായ കടലേറ്റത്തിൽ കടൽഭിത്തി കവിഞ്ഞ് വെള്ളം വീടുമുറ്റങ്ങളിലെത്തി. വടക്കേ കോയവളപ്പ്, മണ്ണടത്ത ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം എന്നിവിടങ്ങളിലാണ് കടലാക്രമണമുണ്ടായത്. വൈകിട്ട് 3 തുടങ്ങിയ തിരയടി വൈകിട്ട് 6 വരെ ശക്തിയായി തുടർന്നു. ഭിത്തി കവിഞ്ഞ് 3 മീറ്റർ ഉയരത്തിൽ തിരയടിച്ചെത്തിയ വെള്ളം വീടുകൾക്ക് മുകളിൽ വരെ എത്തി. അസാധാരണ വേലിയേറ്റത്തോടെയാണ് വെള്ളം ഇരച്ചെത്തിയതെന്ന് തീരദേശവാസികൾ പറഞ്ഞു. കടൽഭിത്തി കവിഞ്ഞും വെള്ളം കയറിയത് താമസക്കാരെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ്. കരിങ്കൽ ഭിത്തിയുടെ ഉയരക്കുറവ് മൂലം ചെറിയൊരു തിരയടി ഉണ്ടായാൽ പോലും ഇവിടുത്തെ വീടുകളിലേക്ക് വെള്ളം കയറും. തിരയടിയിൽ അടിവശത്തെ മണ്ണൊലിച്ച് പലയിടത്തും കടൽഭിത്തി താഴ്ന്നിട്ടുണ്ട്. റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കടൽഭിത്തി പൂർത്തീകരണം നീളുന്നതിനാൽ ഗോതീശ്വരം തീരത്തും കടലാക്രമണം രൂക്ഷമാണ്.
ഗോദീശ്വരം പാർക്ക് മുതൽ ക്ഷേത്രം വരെ ഏതാണ്ട് 300 മീറ്റർ ഭാഗത്താണ് കടൽഭിത്തി ഇല്ലാതായത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ ഗോദീശ്വരം ക്ഷേത്ര റോഡിന് സമീപം വരെ വെള്ളമെത്തി. കാലവർഷം ശക്തി പ്രാപിച്ചാൽ തീരത്തെ മണൽത്തിട്ടകൾ കടൽ കവരുമെന്ന ആശങ്കയിലാണ് താമസക്കാർ. മാറാട് കൈതവളപ്പ് മുതൽ ഗോദീശ്വരം ചിൽഡ്രൻസ് പാർക്ക് വരെ കടൽഭിത്തി കെട്ടിയെങ്കിലും ജനവാസ കേന്ദ്രത്തെ അവഗണിച്ചിരുന്നു. ചെറിയൊരു തിരയടിയുണ്ടായാൽ പോലും വീടുകളിലേക്ക് വെള്ളമെത്തുന്ന നിലയിലാണിപ്പോൾ. കടലാക്രമണം നേരിടാൻ വനംവകുപ്പ് നട്ടുപിടിപ്പിച്ച കാറ്റാടി മരങ്ങൾ പലതും കടപുഴകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോടിന്റെ തീരദേശ മേഖല തീക്കാറ്റിന്റെ ഭീതിയിൽ. ചെടികളുടെ ഇലകൾ വാടുന്നു. ഇലകളുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നിലയ്ക്കുന്നതാണ് കരിയുന്നതിന് കാരണമെന്ന് ഡോക്ടർ എ അച്യുതൻ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വകതിരിവാണെന്ന് സാഹിത്യകാരൻ PR നാഥൻ. മാതൃബന്ധു സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിക്ക് തുടക്കമായി. പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ABVP സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രകടനം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Malabar Gold and Diamonds. Celebrate the beauty of life. ജില്ലാ വാർത്തകൾ, the one and only television across your district. Log on www.jillavartakal.com. Independent, impartial, inevitable, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.